friends, welcome to Mia's Food Book. ഇന്ന് നമുക്കെങ്ങനെ സുഗിയൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുപയർ 250 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊരു കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് കുക്കറിൽ പയറിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് ഞാനൊരു 4 വിസിൽ വരാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെന്ത് വന്നിട്ടുള്ള ചെറുപയറാണിത്. അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഒരു തരി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം വരികയാണെങ്കിൽ നമുക്കൊരു സ്റ്റെയിനറിൽ ഊറ്റിയെടുത്തിട്ട് വേണം ഈ ബൗളിലേക്ക് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയും വേണം, പിന്നെ ശർക്കരയും വേണം. അപ്പോൾ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി തേങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ തേങ്ങയാണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ബെല്ലം 2 അച്ചു ബെല്ലാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം നമ്മൾ ബെല്ലം ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമ്മൾ ഈ ചെറുപയറിലേക്ക് ഇട്ടിട്ട്, അതായത് ഈ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് ഈ ചെറുപയറിലിടാൻ, നമ്മൾ ഓൾറെഡി ഏലക്കായ തേങ്ങയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ ചെറുപയറിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ച് നല്ല മിക്സാക്കി വരുത്തിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സുഗിയനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ബോളുകളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ കൈ കൊണ്ട് ബോളുകളാക്കിയെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദയാണ്. 1 കപ്പ് മൈദയിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒരു നുള്ള് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ മാവാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, സുഗിയനുകളൊക്കെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിങ്ങ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോളുകളാക്കി ചൂടായി വന്നിട്ടുണ്ട് ഓയിൽ. ഈ ബോളുകളാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നും ഈ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഈ ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗവും കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ അടുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ മാവിൻ്റെ കട്ടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിരിക്കണം, നല്ല ലൂസാവരുത്. നല്ല തിക്കുമല്ല, നല്ല ആവശ്യത്തിന് തിക്കായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കോട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഇതിന്മേൽ കോട്ടിങ് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഓയിലിടുമ്പോൾ അതിൻ്റെ കോട്ടിങ് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് സുഗിയൻ പൊട്ടിപ്പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിരിക്കണം എന്ന് പറഞ്ഞത്. കണ്ടില്ലേ, നമ്മുടെ സുഗിയൻ ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമ്മുടെ സുഗിയൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയ റെസിപ്പിയുമായി ഞാൻ അടുത്ത ദിവസം വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.